സെക്കൻഡ് സെമസ്റ്റർ BBA സ്റ്റുഡൻസിൻ്റെ മേജർ കോഴ്സായ അക്കൗണ്ടിംഗ് ഫോർ മാനേജേഴ്സിലെ ഫസ്റ്റ് ബ്ലോക്ക് അക്കൗണ്ടിംഗ് പ്രോസസ് ആൻഡ് സിസ്റ്റം. ഈ ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിംഗ് എന്നാണ് ചാപ്റ്ററിൻ്റെ നെയിം. ഒരു ക്വിക്ക് റിവിഷൻ പോലെ നമുക്ക് ഈ ക്ലാസ് കാണാം. എന്താണ് അക്കൗണ്ടിംഗ് എന്ന് നോക്കാം. മീനിങ് ഓഫ് അക്കൗണ്ടിംഗ്. Accounting is the art of recording, classifying, summarizing in a significant manner transactions and events which are of financial character and interpreting the result thereof. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ആർട്ട്, ഒരു കലയാണ്. അതെന്താ ചെയ്യുന്നത്? റെക്കോർഡ് ചെയ്യുകയാണ്. എന്തെല്ലാം? ട്രാൻസാക്ഷൻസ് ജേണൽ രൂപത്തിൽ റെക്കോർഡ് ചെയ്യുന്നു. ക്ലാസിഫൈങ്, സമ്മറൈസിങ് എന്നീ പ്രോസസ്സിലൂടെ ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ. ക്ലാസിഫൈങ് മീൻസ് തരംതിരിക്കുകയാണ്. റെക്കോർഡ് ചെയ്ത് വെച്ച കാര്യങ്ങളെ അതത് രൂപത്തിൽ തരംതിരിച്ച് ദെൻ സമ്മറൈസിങ് ചെയ്യുന്നു. ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് വിച്ച് ആർ ഓഫ് ഫൈനാൻഷ്യൽ ക്യാരക്ടർ. നമ്മൾ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഫൈനാൻഷ്യൽ ക്യാരക്ടേഴ്സ് ആയിരിക്കും. ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ദ റിസൾട്ട് ദെയർ ഓഫ്. ചുരുക്കി പറഞ്ഞാൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് സ്ഥാപനത്തിലുണ്ടാകുന്ന വരവുകളുടെയും ചെലവുകളുടെയും കണക്കുകൾ രേഖപ്പെടുത്തി വെക്കുന്നതിനെയാണ് അക്കൗണ്ടിങ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ്, എന്താണ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രോസസ്സ് എന്ന് നോക്കാം. റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ്. റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത്? ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ മസ്റ്റ് ബി റെക്കോർഡ് ഇൻ എ ടൈംലി ആൻഡ് ആക്യുറേറ്റ് വേ. അതർവൈസ് ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് വിൽ ബി മിസ്ഡ്. ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് ഒന്നും മിസ്സ് ചെയ്യാതെ അതിൻ്റേതായ സമയത്ത് ആക്യുറേറ്റായിട്ട് ബിസിനസ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. ദെൻ ക്ലാസിഫൈങ് ട്രാൻസാക്ഷൻ. സിമിലർ ട്രാൻസാക്ഷൻസ് ആർ ഗ്രൂപ്പ്ഡ് ടുഗദർ യൂസിങ് ലെഡ്ജർ. ദിസ് ഹെൽപ്പ് ട്രാക്ക് തിങ് ലൈക്ക് ക്യാഷ് ഫ്ലോ. നമ്മളങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ച കാര്യത്തെ ഓരോ ഗ്രൂപ്പുകളായിട്ട് തരംതിരിക്കുന്നു. ലെഡ്ജറിൽ തരംതിരിക്കുന്നു. സമ്മറൈസിങ് റെക്കോർഡ്. അങ്ങനെ നമ്മൾ ലെഡ്ജറിൽ തരംതിരിച്ചതിനെ പീരിയോഡിക്കൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് സമ്മറൈസ് റെക്കോർഡ് ടു ഷോ പ്രോഫിറ്റബിലിറ്റി, ഫൈനാൻഷ്യൽ പൊസിഷൻ, ക്യാഷ് ഫ്ലോ. ക്യാഷ് ഫ്ലോൻ്റെയും ഫൈനാൻഷ്യൽ പൊസിഷൻ്റെയും പ്രോഫിറ്റിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ, അങ്ങനെ ഒരുപാട് കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ സമ്മറൈസ് ചെയ്യുന്നു. അനലൈസിങ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ്. അങ്ങനെ സമ്മറൈസ് ചെയ്ത റിപ്പോർട്ടിനെ നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ അനലൈസിങ് നടത്തുന്നു. ശേഷം കമ്മ്യൂണിക്കേറ്റിംഗ് റിസൾട്ട് നമ്മൾ എൻ്റെ റിസൾട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കൊടുക്കുന്നു. ആർക്കാണ് കൊടുക്കുന്നത്? സ്റ്റോക്ക് ഹോൾഡേഴ്സിനും ഓണർമാർക്കും ലെൻഡേഴ്സിനും സപ്ലയേഴ്സിനും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കൊടുക്കുന്നു. അവരെങ്ങനെയാണ് ആ റിസൾട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ആസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്സിൻ്റെ ലാംഗ്വേജിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. എന്താണ് അക്കൗണ്ടിങ് പ്രോസസ്സ് എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. റെക്കോർഡ് ചെയ്യുന്നു. ആദ്യം തന്നെ റെക്കോർഡ് ചെയ്യുന്നൊരു പ്രക്രിയയാണ് നടക്കുന്നത്. ക്വിക്കായിട്ട് അതിൻ്റെ ടൈമിൽ ആക്യുറേറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നു. ദെൻ അത് റെക്കോർഡ് ചെയ്ത കാര്യങ്ങളെ ക്ലാസിഫൈ ചെയ്യുന്നു. സിമിലർ ട്രാൻസാക്ഷൻസിനെ എല്ലാം തന്നെ ഗ്രൂപ്പ് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് ദെൻ സമ്മറൈസിങ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ആൻഡ് ഫൈനൽ അനലൈസിങ് നടത്തുന്നു. ലാസ്റ്റ് ആൻഡ് ഫൈനൽ അനലൈസിങ്ങിന് ശേഷം നമ്മുടെ എൻഡ് റിസൾട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. ആരുമായിട്ട്? സ്റ്റോക്ക് ഹോൾഡേഴ്സിനോടും ഓണർമാരോടൊക്കെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. എങ്ങനെ? ലാംഗ്വേജ് ഓഫ് ബിസിനസ്. എന്താണ് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ എന്ന് നോക്കാം. ഇറ്റ് റെഫേഴ്സ് ടു ദ സെറ്റ് ഓഫ് റൂൾസ്, സ്റ്റാൻഡേർഡ് ആൻഡ് ഗൈഡ് ലൈൻ അക്സെപ്റ്റഡ് ബൈ ദ അക്കൗണ്ടിംഗ് കമ്മ്യൂണിറ്റി ഫോർ ദ പ്രിപ്പയറിംഗ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു അക്കൗണ്ടിംഗ് കമ്മ്യൂണിറ്റി തയ്യാറാക്കുന്ന പ്രിൻസിപ്പിളും ഗൈഡ് ലൈൻസും റൂൾസും ഒക്കെ അടങ്ങുന്നതാണ് നമ്മുടെ ജനറലി അക്കൗണ്ടിംഗ് അക്സെപ്റ്റഡ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. This principle ensures that the financial statements are true, fair, comparable and reliable. ഇതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിന് ജനങ്ങൾ കൂടുതൽ വിശ്വാസ്യത അർപ്പിക്കുകയും അത് മറ്റ് സ്ഥാപനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുവാൻ എളുപ്പവുമായിരിക്കും. എന്താണ് അക്കൗണ്ടിംഗ് അസംഷൻസ്? അക്കൗണ്ടിംഗ് അസംഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അക്കൗണ്ടിംഗ് എൻറ്റിറ്റി കൺസെപ്റ്റ്, മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്, ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്, കോസ്റ്റ് കൺസെപ്റ്റ്, അക്കൗണ്ടിംഗ് പീരിയഡ് കൺസെപ്റ്റ്, ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ബിസിനസ് മാനും ഓണറും തമ്മിൽ വ്യത്യസ്തമായിരിക്കും. ഓണർ ബിസിനസ്സിൽ നൽകുന്ന പണവും ബിസിനസ്മാൻ ബിസിനസ്സിൽ നൽകുന്ന പണവും തമ്മിൽ രണ്ടും വ്യത്യസ്തത പുലർത്തുന്നുണ്ട്. മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്. എപ്പോഴും
ഒരു പണമിടപാട് ഫോളോ ചെയ്യുന്നു. ഇറ്റ് കാനോട്ട് എക്സ്പ്രസ് ദ നോൺ മോണിറ്ററി ഇവൻറ്റ് ആൻഡ് ട്രാൻസാക്ഷൻ. ഒരിക്കലും നോൺ മോണിറ്ററി ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ഒരു ബിസിനസ് അക്കൗണ്ടിൽ ഉണ്ടാവുന്നില്ല. ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. എപ്പോഴും ഒരു ബിസിനസ് സ്ഥാപനം തുടർച്ചയെക്കുറിച്ച് ചിന്തിക്കുന്നു. മുന്നോട്ടുള്ള കാര്യങ്ങൾ നേരത്തെ ചിന്തിച്ചു വെക്കുന്നു. പെട്ടെന്നൊരു ലോസ് ഉണ്ടായാൽ അതിനെ ഓവർകം ചെയ്യാനുള്ള കാര്യങ്ങൾ ഒരു ബിസിനസ് സ്ഥാപനം എപ്പോഴും ചെയ്തു വെക്കുന്നുണ്ട്. കോസ്റ്റ് കൺസെപ്റ്റ്. ഒരു ബിസിനസ് സ്ഥാപനം ഒരു വസ്തു സെയിൽ ചെയ്താൽ ആ സെയിൽ ചെയ്ത വിറ്റ വിലയായിരിക്കില്ല രേഖപ്പെടുത്തുന്നത്, മറിച്ച് അത് പർച്ചേസ് ചെയ്ത വിലയായിരിക്കും രേഖപ്പെടുത്തുന്നത്. അക്കൗണ്ടിങ് പീരിയഡ് കൺസെപ്റ്റ്. അക്കൗണ്ടിങ് പീരിയഡ് ഒരു ബിസിനസ്സിന് മസ്റ്റായിട്ടും ഉണ്ടായിരിക്കുന്നതാണ്. ഒരു ഓപ്പണിംഗ് പീരീഡും അതുപോലെ തന്നെ ക്ലോസിംഗ് പീരീഡ് ടൈമും ഉണ്ടാവുന്നതാണ്. ഇതനുസരിച്ചാണ് ഓരോ വരവ് ചെലവ് ട്രാൻസാക്ഷൻസൊക്കെ റെക്കോർഡ് ചെയ്യുന്നത്. അക്കൗണ്ടിങ്ങിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. ഡ്യുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ് പറയുന്നത് ഒരു അക്കൗണ്ടിങ്ങിലെ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസിൽ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവന്നാൽ, അക്കൗണ്ടിങ്ങിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്നാൽ അതെപ്പോഴും റെക്കോർഡ് ചെയ്തിരിക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഫർണിച്ചർ ബിസിനസ് സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്നാൽ അത് രേഖപ്പെടുത്തിയിരിക്കണം. റവന്യൂ റെക്കഗ്നൈസേഷൻ കൺസെപ്റ്റ്. ബിസിനസ് സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന എല്ലാ തരം വരുമാനങ്ങളും രേഖപ്പെടുത്തിയിരിക്കണം. ദെൻ അക്യുറൽ കൺസെപ്റ്റ് പറയുന്നത് ഒരു ബിസിനസ് സ്ഥാപനം എപ്പോഴും ആക്യുറേറ്റ് ആയിരിക്കണം. മാച്ചിങ് കൺസെപ്റ്റിലൂടെ പറയുന്നത് ഒരു ബിസിനസ് സ്ഥാപനത്തിലുണ്ടാകുന്ന വരവുകളും ചെലവുകളും തുല്യമായിരിക്കണം, മാച്ചിങ് ആയി പോകണം എന്നതാണ്. ഒരു 10 രൂപ ചിലവായാൽ അതിന് 10 വരുമാനം വരണം എന്നതാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് അക്കൗണ്ടിങ് കൺവെൻഷൻ എന്ന് നോക്കാം. അക്കൗണ്ടിങ് കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ഗൈഡ് ലൈനാണ്. ബിസിനസ് റെക്കോർഡ് ചെയ്യുന്നതിനുള്ള ഒരു സെറ്റ് ഓഫ് ഗൈഡ് ലൈനാണ് അക്കൗണ്ടിങ് കൺവെൻഷൻ. ഫസ്റ്റ് വൺ മെറ്റീരിയാലിറ്റി എന്ന് വെച്ചാൽ രേഖപ്പെടുത്തി വെക്കണം. എന്തെല്ലാം രേഖപ്പെടുത്തി വെക്കണം ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങുമ്പോൾ? അതിൻ്റേതായിട്ടുള്ള പ്രിൻസിപ്പിൾസും ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും പ്രിൻസിപ്പിൾസും എല്ലാം രേഖപ്പെടുത്തിയിരിക്കണം. നെക്സ്റ്റ് ഫുൾ ഡിസ്ക്ലോഷർ. എല്ലാം തുറന്ന് കാണിക്കുന്നവയായിരിക്കണം. ഗവൺമെൻറ്റ്സും ക്രെഡിറ്റേഴ്സും കസ്റ്റമേഴ്സൊക്കെ ആയിട്ട് തന്നെ ഓണർമാരും കസ്റ്റമേഴ്സും ഗവൺമെൻറ്റൊക്കെ ആയിട്ട് എല്ലാ കാര്യങ്ങളും കാണിക്കുന്നതായിരിക്കണം. അതിൻ്റെ പ്രിൻസിപ്പിൾസും എല്ലാവരുമായിട്ട് കാണിക്കുന്നതായിരിക്കണം. അത് ജനങ്ങളിൽ കൂടുതൽ വിശ്വാസ്യത പുലർത്താൻ സാധിക്കുന്നതാണ്. കൺസിസ്റ്റൻസി മീൻസ് ഒരു തുടർച്ചയുണ്ടായിരുന്നു. ബിസിനസ്സിൻ്റെ റൂളുകളൊന്നും പെട്ടെന്ന് മാറ്റരുത്. ഒരു വർഷത്തെ റൂൾ തന്നെ ആയിരിക്കണം പിറ്റത്തെ വർഷവും ഫോളോ ചെയ്യേണ്ടത്. ഇത് താരതമ്യം ചെയ്യാനും ഓരോ വർഷത്തിൻ്റെയും പ്രോഫിറ്റും ലോസും താരതമ്യം ചെയ്യാനും പിന്നെ ജനങ്ങൾക്ക് കൂടുതൽ വിശ്വാസ്യത അർപ്പിക്കാനൊക്കെ കൺസിസ്റ്റൻസി ഹെൽപ്പ് ചെയ്യുന്നു. കൺസർവേഷൻ മീൻസ് എപ്പോഴും ബിസിനസ്സിൽ ലോസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു നിശ്ചിത തുക അതിനു വേണ്ടി മാറ്റി വെക്കണം. അത് നമ്മുടെ ഫൈനാൻഷ്യൽ സെക്യൂരിറ്റിക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് നോക്കാം. സെക്കൻഡ് പാരഗ്രാഫ് ഒന്ന് മനസ്സിലാക്കി പഠിക്കുക. അക്കോർഡിംഗ് ടു ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓഫ് ഇന്ത്യ. ഇതാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് രൂപീകരിച്ചത്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആർ എ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് കൺസെപ്റ്റ് that offer a uniform framework for creating and presenting financial statement. ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കേണ്ട കൃത്യമായ യൂണിഫോമിറ്റി ഫ്രെയിംവർക്ക് റൂൾ ആൻഡ് റെഗുലേഷൻസ് ഒക്കെയാണ് ഈ അക്കൗണ്ടിങ് ടു ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്സ് ഓഫ് ഇന്ത്യ പ്രകാരം പറയുന്നത്. These guidelines guarantee uniformity, comparativity and transparency in financial reporting. ഒരു ഫൈനാൻഷ്യൽ റിപ്പോർട്ടിന് വേണ്ട കാര്യങ്ങൾ യൂണിഫോമിറ്റി, കമ്പാരബിലിറ്റി ആൻഡ് ട്രാൻസ്പെറൻസി എന്നിവയൊക്കെ വേണമെന്ന് പറയുന്നു. മേക്കിംഗ് ഇൻ സിംപ്ലർ ഫോർ ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ടു ദ കംപ്രഹെൻഡ് ആൻഡ് അസസ് ആൻഡ് ഓർഗനൈസേഷൻസ് ഫൈനാൻഷ്യൽ പെർഫോമൻസ്. ഇതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഫൈനാൻഷ്യൽ സ്ഥാപനത്തിൽ അതിൻ്റേതായ ഒരു മെച്ചം ഉണ്ടാകുമെന്ന് ഈ ICAI പറയുന്നു.
ബിസിനസ് ട്രാൻസാക്ഷൻസ് എന്താണെന്ന് നോക്കാം. ബിസിനസ് ട്രാൻസാക്ഷൻസ് മീൻസ് ബേസിക് അക്കൗണ്ടിങ് ടേംസ് ആണ് ഇനി പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ബിസിനസ് ട്രാൻസാക്ഷൻ. ബിസിനസ് ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന കണക്കുകൾ രേഖപ്പെടുത്തുകയാണ് ബിസിനസ് ട്രാൻസാക്ഷനിലൂടെ ചെയ്യുന്നത്. അതായത് ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്താൽ പർച്ചേസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഓരോ ട്രാൻസാക്ഷൻസും രേഖപ്പെടുത്തുന്നതിനെയാണ് ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് അസറ്റാണ് പറയുന്നത്. അസറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിൽ പണം കൊടുത്ത് വാങ്ങാൻ പറ്റുന്നതും വാങ്ങിയ സാധനം വിറ്റാൽ പണം ലഭിക്കുന്നതുമായ മൂല്യമുള്ള സാധനത്തെയാണ് അസറ്റ് എന്ന് പറയുന്നത്. അത് എപ്പോഴും ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ അസറ്റ് ആയിരിക്കും. നെക്സ്റ്റ് ലാബിലിറ്റി എന്ന് വെച്ചാൽ ഒരു ബാധ്യതയാണ്. ഒരു ബിസിനസ് സ്ഥാപനം ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ ആ ബിസിനസ് സ്ഥാപനത്തിന് അത് അടയ്ക്കേണ്ടതായിട്ടുള്ള ബാധ്യതയാണ് ലാബിലിറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പർച്ചേസ് ഒരു സ്ഥാപനം ഗുഡ്സ് പർച്ചേസ് ചെയ്താൽ അത് ആ സ്ഥാപനത്തിനുണ്ടാകുന്ന എക്സ്പെൻസ് ആണ്, ഒരു ചിലവാണ്. അതിനെയാണ് പർച്ചേസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സെയിൽസ് എന്ന് വെച്ചാൽ ഒരാൾക്ക് പണത്തിനല്ലാതെ കടത്തിനോ സാധനം വിൽക്കുന്നതിനെയാണ് സെയിൽസ് എന്ന് പറയുന്നത്. ഇത് ഒരു ബിസിനസ് സ്ഥാപനത്തിന് എപ്പോഴും ഒരു റവന്യൂ ആയിരിക്കും. ക്യാപിറ്റൽ ഒരു ബിസിനസ് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇറക്കുന്ന മൂലധനത്തെയാണ് ക്യാപിറ്റൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഡ്രോയിങ്സ് ഒരു ബിസിനസ് സ്ഥാപനത്തിലെ ഓണറിൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് ബിസിനസ്സിനെ ക്യാഷ് എടുക്കുന്നതിനെ ഡ്രോയിങ്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നു. ഡെപ്റ്റേഴ്സ് പിന്നീട് തരാമെന്ന് പറഞ്ഞുകൊണ്ട് ബിസിനസ് സ്ഥാപനത്തിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്ന ആളെയാണ് ഡെപ്റ്റർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ക്രെഡിറ്റേഴ്സ് ബിസിനസ് സ്ഥാപനത്തിൽ നിന്ന് സാധനം പുറത്തുനിന്ന് സപ്ലൈ ചെയ്തതിൻ്റെ ക്യാഷ് നമ്മുടെ ബിസിനസ് സ്ഥാപനം പിന്നീട് തരാമെന്ന് ഏൽക്കുന്നതിനെ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നു. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് സ്റ്റോക്ക് ഔട്ട്, സ്റ്റോക്ക് വന്നു എന്നൊക്കെ പറയില്ലേ. അതുപോലെ തന്നെ ഒരു ബിസിനസ് സ്ഥാപനത്തിലേക്ക് വിൽക്കാൻ ആവശ്യമായ സാധനത്തിനെയാണ് സ്റ്റോക്ക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇൻകം എപ്പോഴും ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ റവന്യൂ ആയിരിക്കും. എക്സ്പെൻസ് ഒരു ബിസിനസ് സ്ഥാപനത്തിന് ഉണ്ടാക്കുന്ന ചിലവുകളെയാണ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അതായത് ബിസിനസ് സ്ഥാപനത്തിന് വാടക കൊടുക്കാനുണ്ടെങ്കിൽ അതൊരു എക്സ്പെൻസാണ്. അതുപോലെ തന്നെ പർച്ചേസ് ചെയ്ത സ്ഥാപനത്തിന് വിൽക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുണ്ടാകുന്ന ചിലവുകൾ എല്ലാം എക്സ്പെൻസായി കണക്കാക്കുന്നു. എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എക്സ്പെൻസിനേക്കാൾ വലിയ തുകയിലുള്ള സാധനങ്ങൾ വാങ്ങുകയൊക്കെ ചെയ്താൽ, ഫോർ എക്സാമ്പിൾ ലാൻഡ്, ഫർണിച്ചർ, അങ്ങനെ ഒരു സെറ്റ് ഓഫ് വലിയ എമൗണ്ട് പർച്ചേസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതിനെയാണ് എക്സ്പെൻഡിച്ചർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ബുക്ക് കീപ്പിംഗ് എന്താണെന്ന് നോക്കാം. ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിലുണ്ടാകുന്ന വരവുകളും ചെലവുകളുമെല്ലാം തന്നെ നമ്മളൊരു റെക്കോർഡ് ചെയ്ത് വെക്കുകയാണ്. ബുക്കിൽ റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. അതൊരു പഴയ ടേമാണ്, ബുക്കിൽ റെക്കോർഡ് ചെയ്യുക. എന്നാൽ ഇപ്പോൾ ന്യൂ ടേമായിട്ട് വന്നതാണ് നമ്മുടെ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസൊക്കെ. പണ്ട് കാലത്ത് അതൊരു ബുക്കിൽ റെക്കോർഡ് ചെയ്ത് വെക്കുകയല്ലേ ചെയ്യുക. എന്നാൽ ഇന്നാണ് അതൊരു ഡെബിറ്റ്, ക്രെഡിറ്റ് എന്നിവയുടെ അടിസ്ഥാനത്തിൽ ജേർണലൈസ് ചെയ്ത് രേഖപ്പെടുത്തി വെക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് സോഴ്സ് ഓഫ് ഡോക്യുമെൻ്റ് ശേഖരിക്കുന്നു, ദെൻ ജേർണൽ ചെയ്യുന്നു, പിന്നെ അത് ലെഡ്ജറിലേക്ക് മാറ്റുന്നു, പിന്നെ ട്രയൽ ബാലൻസ് ചെയ്യുന്നു. എന്താണ് ഡബിൾ എൻട്രി സിസ്റ്റം നോക്കാം. ഫോർ എവരി ഡെബിറ്റ് ദർ ആൻഡ് ഇക്വിവലൻസ് ക്രെഡിറ്റ്സ്. ഒരു ജേർണൽ എൻട്രി തയ്യാറാക്കുമ്പോൾ, ഒരു അക്കൗണ്ടിങ് തയ്യാറാക്കുമ്പോൾ എപ്പോഴും ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ, ഒരു മിഷനറി പർച്ചേസ് ചെയ്താൽ ആ സ്ഥാപനത്തിലേക്ക് ഒരു മിഷനറി, അതായത് ഒരു അസറ്റ് വന്നു. എന്നാൽ എന്താ സംഭവിക്കുന്നത്? അവിടെ ക്യാഷ് പുറത്തേക്ക് പോവുകയാണ്. എപ്പോഴും ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഒരു സാധനം റിസീവ് ചെയ്യുകയാണെങ്കിൽ ഒരു സാധനം നമ്മൾ അത് ഗിവ് ചെയ്യേണ്ടി വരും. സോ എപ്പോഴും ഈ ഒരു ടേംസ് അക്കൗണ്ടിങ്ങിൻ്റെ ബേസ് ആയിട്ട് നിലനിൽക്കുന്നു.
എന്താണ് ടൈപ്പ് ഓഫ് അക്കൗണ്ടിങ് എന്ന് നോക്കാം. പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട് ആൻഡ് നോമിനൽ അക്കൗണ്ട്. ഫസ്റ്റ് വൺ പേഴ്സണൽ അക്കൗണ്ട് എന്ന് നോക്കാം. ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ടതായിരിക്കും എപ്പോഴും പേഴ്സണൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ വ്യക്തി നടത്തുന്ന കണക്കുകളുടെ രേഖകളായിരിക്കും ഈ അക്കൗണ്ടിൽ പ്രധാനമായും രേഖപ്പെടുത്തിയിട്ടുണ്ടാകുന്നത്. എപ്പോഴും ബെനിഫിറ്റ് ലഭിക്കുന്നത് ഡെബിറ്റ് സൈഡിലുള്ള ആൾക്കായിരിക്കും. ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ എന്നാണ് ഇതിൻ്റെ ഒരു ബേസിക് റൂൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് റിയൽ അക്കൗണ്ട് എന്താണെന്ന് നോക്കാം. റിയൽ അക്കൗണ്ട് ആർ ദ അക്കൗണ്ട് ഓഫ് അസറ്റ് ആൻഡ് പ്രോപ്പർട്ടീസ്. ഒരു ബിസിനസ് സ്ഥാപനത്തിലുണ്ടാകുന്ന അസറ്റുകളുടെ ഒരു രേഖയായിരിക്കും എപ്പോഴും റിയൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. അതായത് ഫർണിച്ചർ, മിഷനറി എന്നിവയുടെയൊക്കെ ഒരു രേഖയായിരിക്കും. ഇതിൻ്റെ ഒരു മീനിങ് പോലെ കാണുന്നത് ഡെബിറ്റ് വാട്ട് ഈസ് കമ്മിങ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഈസ് ഗോയിങ് ഔട്ട്. എപ്പോഴും ഡെബിറ്റ് ഇങ്ങോട്ട് വരികയും ക്രെഡിറ്റ് പോവുകയുമാണ് ചെയ്യുന്നത്. നോമിനൽ അക്കൗണ്ടിൽ എപ്പോഴും എക്സ്പെൻസസ് ലോസും റവന്യൂസ് ഗെയിനും കാണിക്കുന്നു. സോ ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻ. ടെക്സ്റ്റിൻ്റെ ബാക്കിൽ പറയുന്ന ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളൊന്ന് നോക്കിപ്പോകാം. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് എ ടൂൾ ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിങ് ഡെയിലി ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുകയാണ്. എങ്ങനെ? ക്ലാസിഫൈങ്, സിസ്റ്റമാറ്റിക്കലി സമ്മറൈസിങ്. ദ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഈസ് കോമൺ സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾ, സ്റ്റാൻഡേർഡ് ആൻഡ് റൂൾസ്. അക്കൗണ്ടിങ്ങിൽ പ്രധാനമായിട്ടും ഒരു പ്രിൻസിപ്പിൾസും സ്റ്റാൻഡേർഡും റൂൾസൊക്കെ അനുസരിച്ചാണ് പോകുന്നത്. അക്കൗണ്ടിങ് കൺസെപ്റ്റ്, അക്കൗണ്ട്സ് എൻറ്റൈറ്റി കൺസെപ്റ്റ്, ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്, മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്, ഡ്യുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ്. നെക്സ്റ്റ് അക്കൗണ്ടിങ് കൺവെൻഷൻ, മെറ്റീരിയാലിറ്റി, ഫുൾ ഡിസ്ക്ലോസ്, കൺസിസ്റ്റൻറ്റി, കൺസർവേഷൻ. അക്കൗണ്ട്സ് എന്തൊക്കെയാണെന്ന്. ഫോർമൽ റെക്കോർഡ് ഓൾ ട്രാൻസാക്ഷൻ റിലേറ്റഡ് ടു ചേഞ്ച് ഇൻ എ പർട്ടിക്കുലർ ഐറ്റം റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് അക്കൗണ്ട്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അക്കൗണ്ട്സ് ക്ലാസിഫൈഡ് ആസ് പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്. 3 തരം അക്കൗണ്ടുകൾ ഉണ്ടെന്ന് പഠിച്ചില്ലേ? അതൊക്കെയാണ്. പിന്നെ ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക്കലി റെക്കോർഡ് ഓഫ് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഓഫ് എ ബിസിനസ് ഇൻ എ സെറ്റ് ഓഫ് ബുക്സ്. ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ഡബിൾ എൻട്രി സിസ്റ്റം ഇൻക്ലൂഡ്സ് റെസീവിങ് ആസ്പെക്റ്റ് ആൻഡ് ഗിവിങ് ആസ്പെക്റ്റ്. റെസീവിങ് ആസ്പെക്റ്റും ഗിവിങ് ആസ്പെക്റ്റും റെക്കോർഡ് ചെയ്യുന്നതിനെ ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നു.